നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇംഗ്ലണ്ടിനെ ബ്രസീൽ ഏകപക്ഷീയമായ ഒരു ഗോളിന് പരാജയപ്പെടുത്തിയ മത്സരം, അത് വലിയ പ്രാധാന്യത്തോടുകൂടി ഇപ്പോൾ ബ്രസീലിയൻ ആരാധകരെടുക്കുന്നു. അതിന് പല കാരണങ്ങളുമുണ്ട്. ബ്രസീലിയൻ ഫുട്ബോൾ നിരീക്ഷകർ തന്നെ ഇതൊരു തിരിച്ചുവരവിൻ്റെ സൂചനയായിട്ടാണ് കാണുന്നത്. കഴിഞ്ഞ വർഷം അൺബീറ്റനായിട്ട് വന്ന ഒരു ടീമാണ് ഇംഗ്ലണ്ട്. അവരുടെ ഏറ്റവും മികച്ച നിരകളിൽ ഒന്ന്, കാരണം അത്രയും മികച്ച യുവതാരങ്ങൾ അണിനിരക്കുന്ന ഒരു ടീം, ആ ടീമിനെയാണ് ബ്രസീൽ ഏകപക്ഷീയമായ ഒരു ഗോളിന് പരാജയപ്പെടുത്തിയിരിക്കുന്നത്. അതും കഴിഞ്ഞ വർഷം എന്ന് പറഞ്ഞാൽ ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം വളരെ പരിതാപകരമായ പ്രകടനങ്ങളുടെ ഒരു വർഷമായിരുന്നു. വേൾഡ് കപ്പ് ക്വാളിഫയറിലടക്കം നമ്മളത് കണ്ടതാണ്. അവിടെ നിന്നാണ് പുതിയൊരു കോച്ചിന് കീഴിൽ പുതിയൊരു ആവേശത്തോടു കൂടി ബ്രസീലിയൻ നിര കളിച്ചത്. ഡൊറിവാൾ ജൂനിയർ ബ്രസീലിൻ്റെ കോച്ചായിട്ട് ആദ്യ മത്സരമായിരുന്നു എന്ന കാര്യം കൂടി ഓർക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, 12 താരങ്ങൾ ബ്രസീലിൻ്റെ സ്ക്വാഡ് പ്രഖ്യാപിച്ചതിൽ 12 താരങ്ങൾ ഇതിനു മുമ്പ് ബ്രസീലിന് വേണ്ടി കളിക്കാത്തവരാണ്. മാത്രമല്ല, പിന്നെ ഒരുപാട് പ്രധാനപ്പെട്ട താരങ്ങൾ പരിക്കേറ്റ് പുറത്തു പോകുമ്പോൾ സ്ക്വാഡ് വീണ്ടും വീക്കായി എന്ന തോന്നലായിരുന്നു ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് ഇംഗ്ലണ്ടിൽ കളിക്കുന്നവർ. എഡേഴ്സിന് പരിക്കേറ്റ് പുറത്തു പോവേണ്ടി വന്നു. അതുപോലെ ഗബ്രിയൽ മാർട്ടിനെല്ലി പരിക്കേറ്റ് പുറത്തു പോകുന്നു. ഗബ്രിയൽ മാഗല്ലസ് പരിക്കേറ്റ് പുറത്തു പോകുന്നു. കാസെമിറോ പരിക്കേറ്റ് പുറത്തു പോകുന്നു. അങ്ങനെ സുപ്രധാന താരങ്ങൾ പുറത്ത്. മാത്രമല്ല, വർഷങ്ങളായിട്ട് ബ്രസീലിയൻ ടീമിന്റെ ഡിഫൻസിന്റെ പ്രധാന ശക്തിയായി വർത്തിച്ചിട്ടുള്ള ലീഗ് 1 ടീമായ PSG താരം മാർക്കിഞ്ഞോസും പരിക്കേറ്റ് പുറത്തു പോയപ്പോൾ സംഗതിയാകെ കൈവിടും എന്ന തോന്നലാണ് പലർക്കും ഉണ്ടായിരുന്നതെങ്കിൽ പുതിയ താരങ്ങളെ വെച്ച് നല്ല രൂപത്തിൽ ഇംഗ്ലണ്ടിനെതിരെ കളിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് എടുത്തു പറയണം. 17-കാരൻ എൻട്രിക്ക് വെംബ്ലിയിൽ ഗോളടിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമായിട്ടും മാറി എന്നതും ശ്രദ്ധേയമാണ്. കളിയെ നമ്മൾ മൊത്തമായിട്ടൊന്ന് വിലയിരുത്തുമ്പോൾ ആദ്യം ഹാഫ് ടൈമിൽ എന്താണ്, ഹാഫ് ടൈം വരെയുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കിയാൽ തീർച്ചയായിട്ടും മോശമല്ലാത്ത രൂപത്തിൽ തന്നെയാണ് ബ്രസീൽ കളിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഒരു നമ്പർ 9 സ്ട്രൈക്കറുടെ പ്രശ്നം അവിടെ കൃത്യമായി നമ്മൾ നിലയിച്ച് കണ്ടിരുന്നു. വിനീഷ്യസ് ജൂനിയറും റോഡ്രിഗോയും ഒക്കെ മികച്ച രൂപത്തിൽ കളിച്ചെങ്കിലും പന്ത് വലയിലേക്ക് എത്തിക്കുന്നതിൽ അവർ ആദ്യ പകുതിക്ക് മുമ്പ് പരാജയപ്പെടുകയായിരുന്നു. നല്ല രൂപത്തിലുള്ള ട്രാൻസിഷൻ അത് നമുക്ക് കാണാനായിരുന്നു. പ്രത്യേകിച്ച് വിനീഷ്യസിന്റെ ഇടപെടലുകളൊക്കെ വലിയ രൂപത്തിൽ ബ്രസീലിന് ഗുണമായിട്ട് മാറിയിരുന്നു. പക്ഷെ ചാൻസുകൾ മിസ് ചെയ്ത് തുടർന്നുകൊണ്ടേയിരുന്നു. സെറ്റ് പീസസ് പ്രോബ്ലമായിട്ട് നിൽക്കുന്നതും കണ്ടു. പിന്നെ വളരെ മികച്ച നീക്കങ്ങൾ റോഡ്രിഗോയും വിനിയും നല്ല രൂപത്തിൽ നടത്തുമ്പോൾ റാഫിഞ്ഞയുടെ ഭാഗത്ത് നിന്ന് അത്ര നല്ല പ്രകടനമല്ല ആദ്യ പകുതിയിൽ വന്നത് എന്നതും എടുത്തു പറയണം. ലൂക്കാസ് പക്വറ്റ മധ്യനിരയിൽ വളരെ നല്ല രൂപത്തിലാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തത്. അദ്ദേഹം എക്സ്ട്രാ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ കൂടുതൽ ഫൗളുകൾ ഉണ്ടാവുന്ന ഒരവസ്ഥ കൂടി ഉണ്ടായിരുന്നു. ജാവോ ഗോമസ് അതുപോലെ ബ്രൂണോ ഗുയിമേറസ് അവർ രണ്ടുപേരും ആദ്യ പകുതിയിൽ അത്ര മികച്ച പ്രകടനം നടത്തിയിട്ടില്ല എന്നത് പറയണം. തീർച്ചയായിട്ടും ജാവോ ഗോമസ് ബ്രസീലിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു താരമാണോ എന്ന ചോദ്യം കൂടി ആദ്യ പകുതി കഴിയുമ്പോൾ ഉണ്ടായിരുന്നു. അതേസമയം ഡാനിലോ നായകനായിട്ടാണ് നില കളിച്ചത്. അദ്ദേഹം വളരെ സോളിഡ് ആയിട്ടുള്ള പെർഫോമൻസ് നടത്തി. ബെറാൾഡോയും അതുപോലെ ഫെബ്രിസിയോ ബ്രൂണോയും ഡിഫൻസിൽ വളരെ നല്ല രൂപത്തിലുള്ള പെർഫോമൻസും ആദ്യ പകുതിയിൽ നടത്തിയിരുന്നു. പക്ഷെ ഗോളിലേക്ക് കാര്യം എത്തുന്നുണ്ടായിരുന്നില്ല. രണ്ടാം പകുതിയിൽ ബ്രസീല് കൂടുതൽ മികച്ച രൂപത്തിൽ കളിക്കുന്നു. എൻട്രിക്ക് വരുന്നു. 71-ാമത്തെ മിനിറ്റിലാണ് എൻട്രിക്ക് വരുന്നത്. 80-ാമത്തെ മിനിറ്റിൽ എൻട്രിക്കിന്റെ ഗോള് വരുന്നതും നമ്മൾ കണ്ടു. അവിടെയും വിനിയുടെ നീക്കമൊക്കെ വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. അങ്ങനെ എൻട്രിക്ക് ഗോൾ അടിക്കുന്നു. ബ്രസീലിന് വീണ്ടും ഗോൾ അടിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു. അവസാന ഘട്ടത്തിലൊക്കെ എൻട്രിക്കിന് വീണ്ടും ഗോൾ അടിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു. പക്ഷെ അത് ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ഒരുപാട് അവസരങ്ങൾ ബ്രസീൽ ഉണ്ടാക്കിയെടുത്തു എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ്. കൃത്യമായി ഫിനിഷ് ചെയ്യാൻ ഒരു സ്ട്രൈക്കർ ഉണ്ടായിരുന്നെങ്കിൽ, ഒരു ക്ലിനിക്കൽ സ്ട്രൈക്കർ ഉണ്ടായിരുന്നെങ്കിൽ 3-0 അല്ലെങ്കിൽ 4-0 എന്ന രൂപത്തിൽ പോലും കളി ജയിക്കാൻ കഴിയുമായിരുന്ന തരത്തിലുള്ള പെർഫോമൻസ് ആണ് ഇംഗ്ലണ്ടിനെതിരെ പുതിയ കോച്ചിന് കീഴിൽ പുറത്തെടുത്തുന്ന കാര്യം കൂടി ശ്രദ്ധിക്കണം. ബ്രസീലിന്റെ ഫോർമേഷനിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. ചില ഘട്ടങ്ങളിലൊക്കെ 4-2-2-2 എന്ന രൂപത്തിലേക്ക് പോലും ഫോർമേഷൻ കൊണ്ടുപോകുന്ന ഡൊറിവാൾ ജൂനിയറെ നമ്മൾ കണ്ടു. ഏതായാലും വളരെ മികച്ച പ്രകടനം, പ്രത്യേകിച്ച് ഇൻഎക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ബാക്ക് ഫോർ ആയിരുന്നു ബ്രസീൽ ഉണ്ടായിരുന്ന കാര്യം നോക്കുക. എന്നിട്ട് അവർ റോക്ക് സോളിഡ് ആയിട്ട് നിൽക്കുന്ന ഒരു കാഴ്ച കണ്ടു. ഏതായാലും പ്ലേഡ് ലവ്ലി ഫുട്ബോൾ എന്ന് തന്നെ പറയണം. ചില ഘട്ടങ്ങൾ, ചില നിമിഷങ്ങളിൽ മനോഹരമായിട്ടുള്ള നീക്കങ്ങളും ബ്രസീലിന്റെ ഭാഗത്തു നിന്നുണ്ടായി. വെണ്ടലിന്റെ പ്രകടനത്തെയും നമ്മൾ അഭിനന്ദിക്കണം. കാരണം അദ്ദേഹം വളരെ നല്ല രൂപത്തിലുള്ള പെർഫോമൻസ് കാഴ്ചവെക്കുന്നു. അങ്ങനെ ഇരു പാർശ്വങ്ങളിലും നല്ല രൂപത്തിലുള്ള നീക്കങ്ങൾ ബ്രസീലിന്റെ ഭാഗത്തു നിന്നുണ്ടായി. ഫിൽഫോർഡിനെ ഒന്നും വേണ്ട വിധത്തിൽ ഇന്നലെ ഇംഗ്ലണ്ടിന് ഉപയോഗപ്പെടുത്താൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അത്തരത്തിൽ ബ്രസീലിന്റെ ഡിഫൻസ് അവിടെ പൂട്ടുന്നുണ്ടായിരുന്നു എന്നതുകൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഏതായാലും ഇതൊരു പുതിയ തുടക്കം എന്ന രൂപത്തിൽ തന്നെയാണ് ആരാധകരെ കാണുന്നത്. പ്രത്യേകിച്ച്
വേൾഡ് കപ്പ് ക്വാളിഫയറിലെ നിരാശാജനകമായ പ്രകടനത്തിന് ശേഷം അതിശക്തമായി തിരിച്ചു വരുന്നു എന്നുള്ള സൂചന തന്നെ ബ്രസീൽ നൽകുന്നു. കോപ്പ അമേരിക്കയ്ക്ക് ഒരുങ്ങുന്ന ഘട്ടത്തിൽ യൂറോപ്യൻ വമ്പന്മാരെ തന്നെ അവരുടെ നാട്ടിൽ പോയി പരാജയപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത കളി സ്പെയിനെതിരെയാണ്. എന്താവും നമുക്ക് കാത്തിരുന്ന് കാണാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.